വേൾഡ് ആൻഡ് PSCയുടെ പുതിയ അപ്ഡേറ്റ്സ് ദിവസവും നിങ്ങൾക്ക് ലഭിക്കാനായി ഈ ചാനൽ എത്രയും വേഗം സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ അപ്ലോഡ് ചെയ്ത് ഉടൻ തന്നെ നോട്ടിഫിക്കേഷൻസ് ലഭിക്കാനായി അടുത്തുള്ള ബെൽ ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് നോട്ടിഫിക്കേഷൻസ് ഓൺ ചെയ്യുക. ഹലോ ഫ്രണ്ട്സ്, GK വേൾഡ് ആൻഡ് PSCയുടെ എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ മറ്റൊരു പുതിയ അധ്യായത്തിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. എന്നും പറയുന്നത് തന്നെ ആവർത്തിക്കുകയാണ്, ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ആദ്യം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇഷ്ടപ്പെട്ടെങ്കിൽ ക്ലാസ്സുകൾ നിങ്ങളുടെ കൂട്ടുകാർക്ക് കൂടി ഷെയർ ചെയ്ത് എത്തിച്ചു കൊടുക്കാൻ മാക്സിമം ട്രൈ ചെയ്യുക. ക്ലാസ്സിനെ കുറിച്ചുള്ള സജഷൻസ് ഒക്കെ നിങ്ങൾക്ക് ഞങ്ങളുടെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്തതിനെ അറിയിക്കാവുന്നതാണ്. അപ്പം അൺഅക്കാഡമിയിലൂടെ നിങ്ങൾക്ക് GK വേൾഡ് ആൻഡ് PSCയുടെ സൗജന്യ PSC കോച്ചിങ് ക്ലാസ്സുകൾ ലഭ്യമാകുന്നതാണ്. എല്ലാ കോമ്പറ്റേറ്റീവ് എക്സാം ഇൻക്ലൂഡിങ് റെയിൽവേ, RPF എല്ലാത്തിനും കോമൺ ആയിട്ടുള്ള സിലബസ് ആണ് ഞാൻ അൺഅക്കാഡമിയിൽ നിങ്ങൾക്ക് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതാണ് എൻ്റെ പ്രൊഫൈൽ. ഈ പ്രൊഫൈലിൽ നിങ്ങൾക്ക് എന്നെ ഫോളോ ചെയ്ത് കോഴ്സിൽ എൻറോൾ ചെയ്യാവുന്നതാണ്. ഇത് ഷെയർ ചെയ്ത് നിങ്ങളുടെ കൂട്ടുകാർക്ക് കൂടി എത്തിച്ചു കൊടുക്കുക. PSC പഠിക്കുന്ന എല്ലാവർക്കും വീട്ടിലിരുന്ന് തന്നെ സൗജന്യമായിട്ട് ക്ലാസ്സുകൾ ലഭ്യമാകുന്നതാണ്. യൂറോപ്പിലെ ഏറ്റവും നീളമുള്ള നദി ഏതാണ്? വോൾഗ. ലോകത്തിലെ ഏറ്റവും തണുപ്പേറിയ മരുഭൂമി ഏതാണ്? ഗോബി മരുഭൂമി, മംഗോളിയ. തക്കല മാക്കൻ മരുഭൂമി ഏത് രാജ്യത്താണ്? ചൈന. ആഫ്രിക്കയിലെ ഏറ്റവും വലിയ പർവ്വതം ഏതാണ്? കിളിമഞ്ചാരോ. മെഡിറ്ററേനിയനിലെ താക്കോൽ എന്നറിയപ്പെടുന്ന കടലിടുക്ക് ജിബ്രാൾട്ടർ. സൊമാലിയയെയും യമനെയും വേർതിരിക്കുന്ന കടലിടുക്ക് ബാബൽ മണ്ഡബ്. നൈലിന്റെ ദാനം എന്നറിയപ്പെടുന്ന രാജ്യമാണ് ഈജിപ്ത്. കിളിമഞ്ചാരോ പർവ്വതം ഏത് രാജ്യത്താണ്? ടാൻസാനിയ. ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ പർവ്വതനിര ഏതാണ്? ആൻഡീസ്. ഓസോൺ ദിവസമായി ആചരിക്കുന്നത് സെപ്റ്റംബർ 16. ഇന്ത്യയിലെ ഏറ്റവും പഴക്കമുള്ള പർവ്വതനിര ആരവല്ലി. ശിലകളുടെ മാതാവ് എന്നറിയപ്പെടുന്ന ശില ആഗ്നേയശില. തെക്കേ ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ആനമുടി. ഏത് പർവ്വതനിരയെയാണ് ലോകത്തിലെ മേൽക്കൂര എന്നറിയപ്പെടുന്നത്? പാമീർ. സൗരയൂഥത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി മൗണ്ട് ഒളിമ്പസ്, ചൊവ്വ. അരാക്കൻ യോമ എന്ന വിളിപ്പേരിൽ അറിയപ്പെടുന്ന പർവ്വതനിര ഹിമാലയം. യൂറോപ്പിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയത് മൗണ്ട് എൽബ്രൂസ്. അടുത്ത ചോദ്യം, കാഞ്ചൻജംഗ കൊടുമുടി സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? സിക്കിം. ആരവല്ലി പർവ്വതനിര ഏത് സംസ്ഥാനത്തിലാണ്? രാജസ്ഥാൻ. ചാളക്കടൽ എന്ന പേരിൽ അറിയപ്പെടുന്നത് അറ്റ്ലാന്റിക് സമുദ്രമാണ്. ഹോൺ ഓഫ് ആഫ്രിക്ക എന്ന പേരിൽ അറിയപ്പെടുന്ന രാജ്യം സൊമാലിയ. ആമസോൺ നദി പതിക്കുന്നത് ഏത് സമുദ്രത്തിലാണ്? അറ്റ്ലാന്റിക് സമുദ്രം. നൈൽ നദി പതിക്കുന്നത് മെഡിറ്ററേനിയൻ സീയില്. യൂറോപ്പിലെ ഏറ്റവും വലിയ നദിയായ വോൾഗയുടെ പതനസ്ഥാനം എവിടെയാണ്? കാസ്പിയൻ കടൽ. എറിത്രേയൻ കടൽ എന്നറിയപ്പെടുന്ന കടൽ ചെങ്കടൽ. സിന്ധു നദിയുടെ പതനസ്ഥാനം എവിടെയാണ്? അറബിക്കടൽ. മഞ്ഞക്കടൽ എന്ന പേരിൽ അറിയപ്പെടുന്ന കടൽ കിഴക്കൻ ചൈന കടൽ. ശാന്ത സമുദ്രത്തിന്റെയും അറ്റ്ലാന്റിക് സമുദ്രത്തിനെയും ബന്ധിപ്പിക്കുന്ന കനാൽ പനാമ കടൽ. ഇന്ത്യയിലെ ഭ്രംശ താഴ്വരയിലൂടെ ഒഴുകുന്ന നദി നർമ്മദ. നാഗാർജുന സാഗർ പദ്ധതി ഏത് നദിയിലാണ്? കൃഷ്ണ നദി. ഇന്ത്യയിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം കൊല്ലേരു. ലോക ഭൂവിസ്തൃതിയുടെ എത്ര ശതമാനമാണ് ഇന്ത്യ? 2.4%. ദേവഭൂമി എന്നറിയപ്പെടുന്ന സംസ്ഥാനം ഉത്തരാഞ്ചൽ. മാർബിൾ വെള്ളച്ചാട്ടം ഏത് നദിയിലാണ്? നർമ്മദ. കാൻഡ്ല തുറമുഖം ഏത് സംസ്ഥാനത്താണ്? ഗുജറാത്ത്. ഹരിത വിപ്ലവത്തിന്റെ നാട് എന്നറിയപ്പെടുന്ന രാജ്യം ഫിലിപ്പീൻസ്. സൈക്കിളുകളുടെ നഗരം എന്നറിയപ്പെടുന്നത് ബീജിംഗ് ആണ്. അടുത്ത ചോദ്യം, ഇന്ത്യയുടെ ദേശീയ നദിയെ പ്രഖ്യാപിക്കപ്പെട്ട നദി ഗംഗ. രാജ്മഹൽ കുന്നുകൾ എവിടെയാണ്? രാജസ്ഥാനിൽ. ഏറ്റവും കൂടുതൽ വിനോദ സഞ്ചാരികൾ എത്തുന്ന രാജ്യം ഫ്രാൻസ്. ലോകത്തിലെ ഏറ്റവും പ്രചാരമുള്ള യാത്രാ ഗൈഡാണ് ലോൺലി പ്ലാനറ്റ്. ലോകത്ത് ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന രാജ്യം ബ്രസീൽ. ഏറ്റവും ചൂട് കൂടിയ ഗ്രഹം ശുക്രൻ. ഏറ്റവും തണുപ്പ് കൂടിയ ഗ്രഹം നെപ്റ്റ്യൂൺ. മഴവില്ലുകളുടെ നാട് എന്നറിയപ്പെടുന്ന സ്ഥലം ഹവായ് ദ്വീപ്. ഏഷ്യ
യൂറോപ്പ് എന്നീ ഭൂഖണ്ഡങ്ങളിൽ സ്ഥിതി ചെയ്യുന്ന നഗരം ഇസ്താംബുൾ. നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ആണ്. ഇത് നിങ്ങൾക്ക് ഉപകാരപ്രദമായി തോന്നുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സായിട്ട് ഷെയർ ചെയ്യുക. എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്ത് തന്നെ അറിയിക്കാവുന്നതാണ്. എന്തെങ്കിലും ഇമ്പ്രൂവ്മെൻറ്റ് വേണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുമെങ്കിൽ മാത്രമേ എനിക്ക് അറിയാൻ സാധിക്കുള്ളൂ. അപ്പോൾ അടുത്ത എപ്പിസോഡുമായിട്ട് വീണ്ടും ഞാൻ വരുന്നതാണ്. ചിൽഡ്രൻ ബൈ ആൻഡ് താങ്ക് യു.